ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സായി. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പിയാണ് വിനീഗർ ചിക്കൻ. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒട്ടുമേ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടൊമാറ്റോ. വെറും 7 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വിനീഗർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ആ 7 ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ 200 ഗ്രാമാണ്. അതുപോലെ തന്നെ കുഞ്ഞുള്ളി. അപ്പോൾ ഈ ഒരു കറിക്ക് സവാളയല്ല, കുഞ്ഞുള്ളിയാണ് വേണ്ടത്, ഒരു 20 എണ്ണം. പിന്നെ ഈ കുഞ്ഞുള്ളി എന്ന് പറയുന്നത് നമ്മൾ അരിയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനോ പാടില്ല, ചതച്ചെടുക്കുക. ഇത് വറ്റൽ മുളക് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണ്. കടകളിൽ ഇങ്ങനെ കിട്ടും, പക്ഷേ അതിൽ കളറിത്തിരി കൂടുതലായിരിക്കും. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ ഉപ്പ് വേണം, അതുപോലെ തന്നെ എണ്ണയും. ടൊമാറ്റോ ആഡ് ചെയ്യുന്നില്ല, പകരം 1/2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വിനീഗർ ചിക്കൻ ഇനി ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചതച്ചു വച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുഞ്ഞുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ മുളക് ചതച്ചത് ഒരു 5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുഞ്ഞുള്ളിയും ഈ മുളക് ചതച്ചതും കൂടെ ഇത്തിരി നേരം ഒന്ന് വഴറ്റുക. മുളക് ചതച്ചതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 5 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്ത ചിക്കൻ പീസാണ്. എല്ലാ ടൈപ്പ് ചിക്കനിലും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസ്റ്റാണ്, പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്ത ചിക്കൻ കറിയാണ്. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. നമ്മളിവിടെ എല്ലില്ലാത്ത ചിക്കൻ എടുക്കാൻ കാരണം ഈ ഒരു കറിയിൽ വെള്ളം ഒട്ടുമേ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ എല്ല് പീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ആവശ്യമാണ്. ഈ ചിക്കൻ നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഒരു ബ്രൗൺ കളർക്കാവും. ആ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റിനൊക്കെ ശേഷം 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. 7 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റി ചിക്കൻ ഡിഷാണിത്. അതായത് വിനീഗർ ചിക്കൻ. നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തില്ലെങ്കിലും വിനീഗറിൻ്റെ ഒരു 1/2 ടേബിൾ സ്പൂൺ മതി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മുൻപിൽ നിൽക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പമാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.